വെൽക്കം ടു CMR Learn Stuff. ഇന്നത്തെ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ്, ഈ 3 ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആദ്യം പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ മുന്നേ ലാംഗ്വേജ് പഠിക്കുന്ന രീതി പറഞ്ഞിട്ടുള്ളത് ഗ്രാമർ റൂൾസും അതുപോലെ ട്രാൻസ്ലേഷൻ മെത്തഡൊക്കെ യൂസ് ചെയ്തിട്ട് ലാംഗ്വേജ് പഠിക്കുക എന്നാണ് നമ്മൾ മുന്നേയുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ വേറൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ ലാംഗ്വേജ് പഠിക്കുന്നതാണ് ഈ ഒരു മെത്തേഡിൽ എടുത്തു പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്സിനോടൊക്കെയുള്ള ഒരു റിയാക്ഷനായിട്ടാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് വന്നിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ നമ്മളിങ്ങനെ ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വാക്കും, അതായത് പുതിയ കുറേ സൗണ്ട്സുകൾ, അതുപോലെ തന്നെ വേർഡ്സുകൾ, സെൻറ്റൻസുകൾ, ഇതൊക്കെ നമ്മൾ ഭാഷ പഠിപ്പിക്കുന്ന സമയത്ത് തുടക്കത്തിൽ എല്ലാ കുട്ടികൾക്കും എല്ലാ ലേണേഴ്സിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ മാത്രമേ, അതായത് ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും അതിലേർപ്പെടുമ്പോൾ മാത്രമാണ് ലേണേഴ്സിന് ഒരു ഭാഷയുടെ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ അവിടെ പ്രവർത്തിക്കുകയുള്ളൂ. അതായത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ മാത്രം അവർ പാകമാവുന്നത് ആ കമ്മ്യൂണിക്കേഷൻസിലൂടെ മാത്രമാണ്. അല്ലാതെ കുറേ ഗ്രാമർ റൂൾസോ അതല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മെത്തേഡുകളിലൂടെയൊന്നും ലാംഗ്വേജ് ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ അതുകൊണ്ട് ഇവിടുത്തെ ഫിലോസഫി വളരെ സിമ്പിളാണ്. ഭാഷ പഠിക്കാൻ നമ്മൾ ആശയവിനിമയത്തിനായിട്ട് ഭാഷ ഉപയോഗിച്ച് സംസാരിച്ചു കൊണ്ട് തന്നെ പഠിക്കണം എന്നാണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഒരു മെയിൻ ഗോൾ എന്താണ്? അതായത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഡെവലപ്പ് ഫ്ലുവൻസി ആൻഡ് ഓവറോൾ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ്. അതായത് ഈ ലേണേഴ്സിൽ വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു ആശയവിനിമയ പ്രാവീണ്യം വർദ്ധിപ്പിക്കാനും അത് വളർത്തിയെടുക്കുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഒരു 100% ആക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല, അക്യുറസി ഉണ്ടായിരിക്കില്ല. കാരണം ചില സമയത്ത് നമുക്ക് മെസ്സേജസ് അത്ര പെട്ടെന്ന് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ അതുപോലെ മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കണം എന്നേ ഉള്ളൂ തുടക്കത്തിൽ. ആദ്യം മീനിങ് നെഗോഷിയേറ്റ് ചെയ്യുക, അതേപോലെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം മിസ്റ്റേക്സുകളൊക്കെ തിരുത്തുക. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും യൂസിങ് കമ്മ്യൂണിക്കേറ്റീവ് സ്ട്രാറ്റജീസ്, ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേറ്റീവ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ മുടങ്ങാണ്ട് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം ചെയ്തു പിന്നെ 4 ദിവസം ചെയ്തില്ല, അങ്ങനെയൊന്നും അല്ലാണ്ട് നമ്മൾ എപ്പോഴും അതിൽ കൂടുതലായിട്ട് ഇൻവോൾവ്ഡ് ആവുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഈ ഫ്ലുവൻസി അവിടെ ഡെവലപ്പ് ആവും. അതുപോലെ നമുക്ക് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിക്കേഷൻ വളരെ ഫ്രീ ആയി തന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരൊറ്റ സിംഗിളായിട്ട് ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇവിടെ ടാസ്ക് ബേസ്ഡ് ലേണിംഗ് നടക്കുന്നുണ്ട്, അതുപോലെ കോണ്ടൻറ്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സായിട്ട് ഡിഫറെൻറ്റ് ശാഖകളായിട്ട് അത് പിന്നീട് വളർന്നു വന്നു. അതായത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒറ്റ സർക്കിളിൽ മാത്രം നിൽക്കുന്നതല്ല. പിന്നീട് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വന്ന് അതിനെ പല ശാഖകളാക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പെർഫെക്റ്റ് ഗ്രാമർ ആക്കി എടുക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. അതായത് നമ്മളൊരു ഗ്രാമർ റൂൾസ് മാത്രം മനസ്സിലാക്കിയിട്ട് പെർഫെക്റ്റ് ഗ്രാമർ ആക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം അത് എളുപ്പമാക്കി മാറ്റാം എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ഇവിടെ എന്താണ് ഒരു ടീച്ചേഴ്സിൻ്റെ റോൾ? ഈ ഒരു മെത്തേഡിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണ്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് അവിടെ ഒരു ലെക്ചേഴ്സാണ്, ഒരു കാര്യങ്ങൾ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ട്രഡീഷണൽ ആ രീതികൾ മാറിയിട്ട് ഈ ഒരു ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലെക്ചേഴ്സ് അല്ലാതെ അവർ ഫെസിലിറ്റേറ്റർ ഓഫ് ലേണിംഗ്, അതായത് അവർ നമ്മളുടെ ഗൈഡാണ്. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തുള്ള ലേണേഴ്സിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവർ മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള അടുത്തൊരു സ്റ്റെപ്പ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ കൂടുതൽ ഈ ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള സാഹചര്യങ്ങൾ അവരൊരുക്കി തരുന്നുണ്ട്. ഒരുപാട് ടാസ്കുകളൊക്കെ തരും. ആ ടാസ്ക് വഴി നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ലാംഗ്വേജിൻ്റെ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓരോ ലേണേഴ്സും ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവർ വാച്ച് ചെയ്യുന്നുണ്ട്, ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് അതിനകത്ത് തരുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്. അല്ലാതെ മുന്നേ ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചേഴ്സ് ഒരു ജസ്റ്റ് നമ്മൾ ലെക്ചേഴ്സ് മാത്രമാണ്, കുട്ടികളവിടെ പാസീവാണ്. പക്ഷേ ഇവിടെ കുട്ടികളിവിടെ ആക്റ്റീവായിട്ടാണ് നിലനിൽക്കുന്നത്. സോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗൈഡാണ്, ഫെസിലിറ്റേറ്ററാണ്. അതേപോലെ ലേണേഴ്സ് എന്ന് പറയുന്നത് ടു ബി ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ്. അതായത് ഏതൊരു ആക്ടിവിറ്റീസിലും സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും, ഒരു ട്രയൽ ആൻഡ് എററിലൂടെ അവർ പഠിക്കണം. അതുപോലെ റോൾ പ്ലേ, ഒരുപാട് ഇൻറ്ററാക്ഷൻസ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ് ടാസ്കുകളൊക്കെ അവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ അവർ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ ആക്ടിവിറ്റീസ് കൊടുത്ത് അതിലൂടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കുക എന്നതാണ് ഇവിടെ ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് അവിടെ, ലേണേഴ്സ് അവിടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കഴിവിനനുസരിച്ച് അവരത് ബെറ്റർ ആക്കാനുള്ള അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഇനി എന്തെല്ലാം ആക്ടിവിറ്റീസിലാണ് ഇവർ കൂടുതലായിട്ടും ഇൻവോൾവ്ഡ് ആവുന്നത്? അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും അവരെ മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് കൂടുതലും ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ സ്റ്റോറീസ്, കോൺവെർസേഷൻസ്, അതുപോലെ ചില റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റുകൾ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടെക്സ്റ്റുകൾ കൊടുക്കുക. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ സ്വാഭാവികമായ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിലുള്ള സാഹചര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരം കൊടുക്കുന്ന ഒരു രീതി. അങ്ങനെയുള്ള ചില ആക്ടിവിറ്റീസാണ് ഇവിടെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ചില സമയങ്ങളിൽ വേറെ ആളോട് ചിലപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്ഷമ ചോദിക്കേണ്ടി വരും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത്തരം എല്ലാ സാഹചര്യങ്ങളും അവിടെ ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ തയ്യാറാക്കി ടീച്ചേഴ്സ് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിനകത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വില്യം ഷേക്സ്പിയറിൻ്റെ ഫേമസ് ആയിട്ടുള്ള മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ഒരു വർക്ക്, അത് കൊടുത്തിട്ട് അതിനകത്ത് ചില ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസിനോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാക്കി വേർതിരിച്ച് വെച്ചു. എന്നിട്ട് അവിടെ ഒരു കോട്ട് രംഗങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സംഭാഷണങ്ങളൊക്കെ എഴുതി വെച്ചു. എന്നിട്ട് മറ്റൊരു പ്രവർത്തനത്തിൽ വേറൊരു ആക്ടിവിറ്റി കൊടുത്തു. അവിടെ ഒഴിവ് സമയത്തിൽ എന്തെല്ലാം വിനോദങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ആളുകളും ചില സമയത്ത് ചില കാര്യങ്ങൾ സമ്മതിക്കും, ചില സമയത്ത് അവരതിന് സമ്മതിക്കാതിരിക്കും. അങ്ങനെയൊക്കെ ഒരു റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന പല സാഹചര്യങ്ങളും അവർ ഒരു നിശ്ചിതമായ കുറച്ച് വേർഡ്സുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിശ്ചിതമായ രീതിയിൽ അവരതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫലിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ തുടക്കത്തിൽ എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ഒരാൾക്ക് ഒരുപാട് വൊക്കാബുലറി ഒന്നും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ചില ആളുകൾക്ക് സംസാരിക്കുന്ന സമയത്ത് അത് ആക്യുറേറ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഒരു 100% അവിടെ ശരിയായിരിക്കണം എന്നൊന്നുമില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെർച്ചൻ്റ് ഓഫ് വെനീസിൽ ആ ഒരു സ്റ്റോറിന് ഒരു കോഡ് സീനൊക്കെ ഉണ്ട്. അതിനകത്ത് അത് ഗ്രൂപ്പുകളാക്കി വേർതിരിച്ച്, കുട്ടികളെ വേർതിരിച്ച് ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ കൊടുത്ത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്ലേ വീണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് വേറൊരു ആക്ടിവിറ്റി. ഇപ്പോൾ വിനോദങ്ങളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഹോബി അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിലോ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഒരുക്കിയിട്ട് അത് കുട്ടികളെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റം. ഇനി നെക്സ്റ്റ് വരുന്നത് മോഡ് ഓഫ് അസസ്മെൻറ്റ്. എങ്ങനെയാണ് ടീച്ചേഴ്സ് അവരെ വിലയിരുത്തുന്നത്? അപ്പോൾ തുടക്കത്തിൽ അവരുടെ ഗ്രാമർ എങ്ങനെയാണ്, എത്രമാത്രം അവരത് ലേബിളാണ്, അത്തരം കാര്യങ്ങളൊന്നും ടീച്ചേഴ്സ് പരിശോധിക്കില്ല. പകരം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫ്ലുവൻസി, അതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടും അത് ഉപയോഗിക്കാൻ അവർക്ക് കഴിവുണ്ടോ, അതുപോലെ തന്നെ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് എത്രമാത്രം അവർ ഏബിളാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ ഒരു ടീച്ചർ വിലയിരുത്തുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മെർച്ചൻ്റ് ഓഫ് വെനീസിലെ പോലെ തന്നെ ഒരു കോട്ട് രംഗം അവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ എങ്ങനെയാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില കോൺവെർസേഷൻസ് എങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത്, അതുപോലെ ഓരോ സംസാരത്തിൻ്റെ സമയത്തും ജസ്റ്റ് പ്ലെയിനായിട്ട് പറയല്ലാണ്ട് ആവശ്യമായ സംസാര രീതികൾ, ശബ്ദ ഉച്ചാരണങ്ങൾ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അത് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലെയിനായിട്ടൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് ഇഫക്റ്റീവ് ആവുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ ആളുകളുടെ രംഗവും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് അവർ പറയുന്നുണ്ടോ, അതേപോലെ തന്നെ അത് എത്രമാത്രം അവർ ഏബിളായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ടീച്ചേഴ്സും അവരുടെ പ്രൊനൗൺസിയേഷനിൽ എത്രമാത്രം തെറ്റുകൾ വരുത്തുന്നുണ്ട് അത് തിരുത്തുക, അതിന് ക്ലാരിറ്റി കൊണ്ടുവരിക. അതേപോലെ തന്നെ
ഒരു പണിഷ്മെൻറ്റ് അവിടെ കൊടുക്കുന്നില്ല. അതായത് അവരുടെ ഭാഗത്ത് തെറ്റുകൾ വന്നു, ലേണേഴ്സിൻ്റെ ഭാഗത്ത് തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ പണിഷ്മെൻ്റ് ഇല്ല, പകരം അവരെ തെറ്റിൽ നിന്ന് അവരെ ഏബിളാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വളരെ കൃത്യമായ ഫീഡ്ബാക്കിലൂടെ അവരെ വിലയിരുത്തിക്കൊണ്ട് ഒരു പരീക്ഷ അധിഷ്ഠിതമായിട്ടൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടൊന്നല്ല, മറിച്ച് അവരെ വളരെ എന്നും കണ്ടിന്യൂസ് ആയി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുത്ത് അവർക്ക് എപ്പോഴും അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഗൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ്. അതായത് ചില ആളുകൾക്ക് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അവർക്കൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ നോളജ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗ്രാമർ റൂൾസിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ വളരെ കൃത്യമായി ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്ക് എളുപ്പമായി കഴിയും. അതുപോലെ തന്നെ ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ള സെൻറ്റൻസുകൾ വളരെ ഈസിയായി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതായത് ഇപ്പം നമ്മളുടെ മദർ ടങ്ക് പോലെ തന്നെ വളരെ ഒഴുക്കോട് തന്നെ ഇംഗ്ലീഷ് പഠിച്ച് പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ അവർക്ക് കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്നൊരു ദിവസം ജന്മന ഉണ്ടാകുന്നതല്ല, പ്രാക്ടീസിലൂടെ തന്നെ ലഭിക്കുന്നതാണ്. ഇങ്ങനെ പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരാളുടെ കഴിവിനെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് എന്ന് പറയുക. ഇവിടെ ഗ്രാമർ, അതുപോലെ തന്നെ വെക്കാബുലറി, പ്രൊനൗൺസിയേഷൻ തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂൾസും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. സോ മാത്രമല്ല ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് എന്ന് പറയുന്ന സംഭവം മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിതത്തിൽ അത്രയും എഫക്റ്റീവായി തന്നെ ഗ്രാമർ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും, ആശയവിനിമയം എളുപ്പമാക്കാൻ പറ്റും എന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ ആളുകളുടെയും കഴിവാണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് എന്നുള്ളതാണ്. അതായത് ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസിലൂടെ മാത്രം എല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമൊന്നുമല്ല, അതിന് കൂടെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് കൂടി ആവശ്യമാണ്. സോ അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാമർ റൂൾസ് ഒരു വ്യക്തിക്ക് അറിയാം എന്നുണ്ടെങ്കിലും ഗ്രാമർ റൂൾസ് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസിൽ വരുന്നത്. അതായത് ഒരാൾക്ക് ഒരു റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ ഇഫക്റ്റീവായിട്ട് അർത്ഥവത്തായ വാക്കുകൾ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ ആശയവിനിമയം കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരുപാട് വാക്കുകൾ അറിയാം, നല്ല വൊക്കാബുലറി ഉണ്ട്, അതേപോലെ തന്നെ ഗ്രാമർ റൂൾസ് കംപ്ലീറ്റ് അറിയാം. പക്ഷേ ഒരാളുടെ ഇടയിൽ കയറി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ട് ഒരു ലെറ്റർ എഴുതാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കൺവെർസേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇടയിൽ കയറി സംസാരിക്കാനോ ഒന്നും അവർക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ ഭാഷ പരിജ്ഞാനമുള്ള രണ്ട് ആളുകൾ, അതായത് രണ്ട് പേർക്കും നന്നായി ലാംഗ്വേജ് അറിയാം, പക്ഷേ എന്നാലും അവർക്ക് രണ്ട് പേർക്കും ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഒരേപോലെ ആയെന്ന് വരില്ല. ഇപ്പോൾ രണ്ട് പേർക്ക് ഗ്രാമർ റൂൾസ് അറിയാം, വൊക്കാബുലറി ഉണ്ട്, ലാംഗ്വേജുമായി റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യവും നന്നായിട്ട് അറിയാം എന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് രണ്ട് പേരിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ലോങ് ടേം മെമ്മറി, അതുപോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ്, അതുപോലെ തന്നെ സാമൂഹികമായ ഒരു സോഷ്യൽ നമുക്ക് ചുറ്റുപാടിനെ കുറിച്ചുള്ള നമ്മളുടെ അറിവ്, ഇതെല്ലാം അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് 4 കണ്ടീഷൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ്. ആദ്യം പറയുന്നത് എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ് ഫോർ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് പർപ്പസസ്. അതായത് ഇപ്പോൾ വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ ഒഫീഷ്യൽ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ വേറെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കനുസരിച്ചിട്ടും അതിനെ ഉപയോഗിക്കാനുള്ള കഴിവ്. നെക്സ്റ്റ് പറയുന്നത് ദി എബിലിറ്റി ടു അഡാപ്റ്റ് ലാംഗ്വേജ് ടു കോണ്ടെക്സ്റ്റ്. അതായത് ഇപ്പോൾ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്, ഇപ്പോൾ ചില സമയത്ത് ഫ്രണ്ട്സിനോടായിരിക്കും, ചില സമയത്ത് ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു കാര്യത്തിനായിരിക്കും. അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്. തേർഡ് വൺ, ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ടെക്സ്റ്റ്. ഇപ്പോൾ ചില സമയത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിരിക്കും, ചില സമയത്ത് ഏതെങ്കിലും സ്റ്റോറി ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് റിപ്പോർട്ടായിരിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ വൊക്കാബുലറി ഉണ്ട്, സ്റ്റൈലുണ്ട്, ടോണുണ്ട്, അതിനനുസരിച്ച് മാറ്റി ഉപയോഗിക്കാനുള്ള കഴിവ്. സോ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് കുറഞ്ഞ ഒരാൾക്ക് ഇതൊന്നും കൃത്യതയോടെ ഉപയോഗിക്കാൻ കഴിയില്ല. ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ദ ഫോർത്ത് കണ്ടീഷൻ ഈസ് ദ എബിലിറ്റി ടു കീപ് കമ്മ്യൂണിക്കേഷൻ ഗോയിങ് ഡെസ്പൈറ്റ് ലിമിറ്റേഷൻസ്. അതായത് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിമിതികൾക്കിടയിലും ആശയവിനിമയം തുടരാനുള്ള കഴിവ്. ഇപ്പോൾ നമുക്കറിയാം ചില സമയത്ത് ആളുകൾ പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവുക.
അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ, അതായത് ഹൗ ടു മാനേജ് ദ ബ്രേക്ക് ഡൗൺസ്, അപ്പോൾ അത് മാനേജ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം. ഇപ്പോൾ ചില സമയങ്ങളിൽ സെൻറ്റൻസുകൾ മാറ്റി പറയേണ്ടി വരും, അല്ലെങ്കിൽ വ്യക്തത ഇല്ലെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ആംഗ്യങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ, ഒരു സംസാരത്തിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇഫക്റ്റീവായി ഉപയോഗിക്കാൻ പരിമിതമായ ലാംഗ്വേജിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസിൻ്റെ 4 ഫാക്ട്സുകളായിട്ട് 4 കണ്ടീഷൻസായിട്ട് എടുത്തു പറയുന്നത്. ഇത് മാത്രമല്ല, ഒരു ഇഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ 4 സബ് കോമ്പറ്റൻസിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അതിനകത്ത് ആദ്യം പറയുന്നത് ഗ്രമാറ്റിക്കൽ ഓർ ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് ഇസ് ദ നോളജ് ഓഫ് ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് സൗണ്ട്സ്. Then social linguistic competence is knowing what is socially appropriate or formal versus informal, polite versus, അതായത് സാമൂഹികമായി നമുക്കിപ്പോൾ ഓരോ ഒഫീഷ്യലായി സംസാരിക്കേണ്ടി വരും, നോർമലി സംസാരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്. മൂന്നാമത്തെ ഡിസ്കോഴ്സ് കോമ്പറ്റൻസ് ഇസ് ദ എബിലിറ്റി ടു കണക്ട് സെൻറ്റൻസസ് ഇൻ ടു കഹറൻറ്റ് ടെക്സ്റ്റ് ഓർ കൺവെർസേഷൻസ്. അതായത് ചില സമയത്ത് ഒരു സ്റ്റോറി ലൈൻ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ചില സമയത്ത് ഒരു എസ്സേ എഴുതുന്ന പോലെയോ ഒക്കെ അനുയോജ്യമായ ആശയങ്ങൾ വെച്ചുകൊണ്ട് അതിനെ മാറ്റാൻ, ടെക്സ്റ്റിനെ മാറ്റാനുള്ള ഒരു കഴിവ്. ദെൻ ലാസ്റ്റ് വൺ സ്ട്രാറ്റജിക് കോമ്പറ്റൻസ്. നമുക്ക് നമ്മളുടെ ഈ അറിവിലുള്ള ചില കാര്യങ്ങളെ ഓവർകം ചെയ്യാനും അനുയോജ്യമായത് അവിടെ ചേർത്ത് വെക്കാനുമുള്ള കഴിവ്. അതായത് കമ്മ്യൂണിക്കേഷൻ സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് അവിടെ വരുന്ന പ്രോബ്ലംസിനെ സ്വയം വിലയിരുത്തി മനസ്സിലാക്കി അതിനെ തെറ്റിദ്ധരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് എന്ന് പറയുന്നത് ഒരു എബൌട്ട് ലാംഗ്വേജ് സിസ്റ്റം ആണെങ്കിൽ, കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് എന്ന് പറയുന്നത് യൂസിങ് ദാറ്റ് സിസ്റ്റം സക്സസ്ഫുള്ളി ഇൻ ദ റിയൽ വേൾഡ് ഓർ റിയൽ സിറ്റുവേഷൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിനെ കുറിച്ചാണ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ലാംഗ്വേജ് പഠിക്കുന്ന രീതി. അതായത് നമ്മൾ സംസാരിച്ചു കൊണ്ട് തന്നെ ലാംഗ്വേജ് പഠിക്കണം, എന്നാൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നുള്ളൂ. നെക്സ്റ്റ് പറഞ്ഞത് ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ്. ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഗ്രാമറൊക്കെ മനസ്സിലാക്കി ഒരാൾക്ക് സ്വന്തമായിട്ട് അത് എഴുതാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ടെൻഷനൊന്നുമില്ലാതെ ഗ്രാമറിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ടെൻഷനില്ലാതെ പറയാനുള്ള കഴിവ്. അതൊരു ഇൻറ്റേർണൽ നോളജാണ്, അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു നോളജാണ്. ലാസ്റ്റ് പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് കോമ്പറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ റൂൾസിന് അപ്പുറത്താണ്. അതായത് എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ് ഇഫക്റ്റീവ്ലി ആൻഡ് അപ്രോപ്രിയേറ്റ്ലി ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അതിൻ്റെ 4 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു, സബ് കോമ്പറ്റൻസ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.